ഹായ് ഹായ്. അപ്പം ഒരു ഇൻസിഡൻറ്റിനെ തുടങ്ങാം അല്ലേ? ഇൻസിഡൻറ്റ് പറഞ്ഞു തുടങ്ങാം. ഓക്കെ. ഒരു ദിവസം ഒരു പെൺകുട്ടി ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ലീവ്ലെസ് ടോപ്പ് എടുത്തു. ഓക്കെ. അവളപ്പോൾ ട്രയൽ ചെയ്ത് നോക്കി, വീട്ടിൽ വന്ന് കണ്ണാടി മുമ്പേ റൂമിലിട്ടൊക്കെ നോക്കി, എല്ലാ കാര്യം ചെയ്തു. പക്ഷേ അടുത്ത ദിവസം തൊട്ട് അവൾ എവിടെ പോയാലും അവൾക്ക് ആ സ്ലീവ്ലെസ് ടോപ്പ് ഇടണമെന്ന് തോന്നിയാലും അവൾ അത് ഇടാൻ പോയി. അതെന്താ അങ്ങനെ? അപ്പം നിങ്ങൾക്ക് കണ്ടന്റ് ഇപ്പം തന്നെ കാര്യം മനസ്സിലായല്ലോ എന്താണെന്ന്. അപ്പം നമുക്കത് നോക്കാം. എല്ലാവർക്കും അച്ചു സാലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സിംഗിൾ സ്റ്റോറി ഒന്നുമല്ല, പല ഗേൾസിൻ്റെയും ഒരു റിയൽ എക്സ്പീരിയൻസ് ആണെന്ന് കൂട്ടിക്കും അല്ലേ? ആണാണ്. പലരും കാണും, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചിലരെങ്കിലും കാണും. ശരിക്കും ഞാൻ ഒരു ഡ്രസ്സിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഫിറ്റിനെ പറ്റിയോ അതിനുള്ള ഒരു കാര്യമല്ല, പക്ഷെ ഒന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ വരുന്ന ഒരു പേടിയുണ്ടല്ലോ, നമുക്ക് ചോയ്സ് എടുക്കാൻ പറ്റാത്തൊരു പേടി, അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും പറയും മോഡേൺ ജനറേഷനാണ്, നമ്മളും ഭയങ്കര മോഡേൺ യുഗത്തിലാണ്, ഭയങ്കര മോഡേൺ ആണ്. പക്ഷേ ചിലരെങ്കിലും സ്ത്രീകളുടെ മൈൻഡ് സെറ്റ് ഇപ്പോഴും സെയിം തന്നെയല്ലേ? അവർക്കൊക്കെ ഫുൾ ഫ്രീഡത്തോടെ, ഫുൾ ഇഷ്ടത്തോടെ എന്താണോ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഇടാനുള്ള ഫുൾ ഫ്രീഡം കിട്ടാറുണ്ടോ? ബിഗ് ക്വസ്റ്റ്യൻ. പല ഗേൾസും സിമ്പിളായിട്ടുള്ള മോഡേൺ ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്ലീവ്ലെസ് ടോപ്പ്, ട്രെൻഡി ഔട്ട്ഫിറ്റ്സ്, മോഡേൺ ആയിട്ടുള്ള അങ്ങനെ കുറേ. അത് അവർക്ക് വൾഗർ ആകാൻ വേണ്ടിയോ അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ചെയ്യാനോ അങ്ങനെയൊന്നുമല്ല, അത് പ്യൂർലി അവർക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. പക്ഷെ അവരത് പലപ്പോഴായിട്ട് ഹെസിറ്റേറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയോ? എന്തുകൊണ്ടാണ്? സൊസൈറ്റി, ജഡ്ജ്മെന്റ്, പിന്നെന്താ ചില ആൾക്കാരുടെ നോട്ടം അല്ലേ? ചിലരൊക്കെ ഇങ്ങനെ എന്തോ തുറിച്ചു നോക്കും. അതൊക്കെ എന്തിനാണെന്നോ അല്ലേ? സൊസൈറ്റി ഒന്നും മാറാൻ പോണില്ലല്ലേ? ഇതാണ് റിയൽ പ്രോബ്ലം ആക്ച്വലി. ചില ആൾക്കാരെ ഞാൻ പറയുന്നില്ല കേട്ടോ, ചില സ്ത്രീകളെ ഞാൻ പറയുന്നില്ല, ചില പെൺകുട്ടികളെ പറയുന്നില്ല. ബിക്കോസ് അവർക്ക് വേറെ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളോ സാഹചര്യങ്ങളോ കാണും. അവർക്ക് ഈ പേടി കൊണ്ടല്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. അവരെ ഞാൻ ഇതിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അത് അവർ പ്യുവർലി അവരുടെ പേഴ്സണൽ തിങ്സ് ആണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഡൗട്ട് ഈ സൊസൈറ്റിയിലെ ഈ ചില ആൾക്കാരുടെ നോട്ടം എന്താ മാറാത്തതെന്നാണ്. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. പിന്നെ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയോ? പല ഗേൾസ് അവരുടെ ഈ ഇഷ്ടം സപ്രസ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ മനസ്സിൽ അവർക്ക് ചിലപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മോഡേൺ ഡ്രസ്സ് പോലും ഇടാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു പേടി, ഇടാൻ പറ്റാത്ത പേടി, ആ ഒരു ഇഷ്ടങ്ങൾ സപ്രസ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ്. ആ ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഇൻസിഡൻറ്റ്, അത് ഫുള്ള് ഞാൻ പറയാം. അതെന്താണെന്നോ, അവർക്ക് ഇഷ്ടപ്പെട്ടാണ് ആ ഡ്രസ്സ് എടുത്തത് അല്ലേ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് ആ ടോപ്പ് എടുത്തത്. പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് ഇടാൻ പറ്റാത്ത? അവർക്ക് ഏറ്റവും വലിയ റീസൺ എന്താണ്? പേടി മുഖാന്തരം എന്താ വരുന്നത്? ആര് എന്ത് വിചാരിക്കും? ഇതാണ്. അയ്യോ ഞാനിതിട്ട് ആരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ആര് എന്ത് വിചാരിക്കും, ഇങ്ങനത്തെ ഒരു പേടിയുണ്ടല്ലോ, അത് ഭയങ്കര പ്രശ്നമുള്ള സാധനമാണ്, ഭയങ്കര പ്രശ്നമാണ്. ആ ഒരു പേടി എടുത്ത് മാറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇൻസിഡന്റ് പറഞ്ഞ സൊല്യൂഷൻ പറയാതെ പോണ മോശമല്ലേ? പിന്നെ ഈ സൊല്യൂഷൻസ് ഒക്കെ വർക്കൗട്ട് ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഫസ്റ്റ് വൺ, സൊസൈറ്റി മാറിയിരിക്കണം. അപ്പം നിങ്ങൾ ചിന്തിക്കും എന്താ, അയ്യോ ഭയങ്കര പാടുള്ള പരിപാടി. ശരിക്കും ഭയങ്കര പാടുള്ളതാണ്. അപ്പം നിങ്ങളിൽ പലരും അങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പോകരുത്. അവരെ റെസ്പെക്റ്റ് വേണം ചെയ്യാൻ. സീരിയസ്ലി ഞാൻ പറയാം, ചില ആൾക്കാരെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. എക്സ്പെഷ്യലി കുറച്ച് എന്ത് പറയാൻ ഞരമ്പന്മാരുണ്ടല്ലോ, അത് എല്ലാവരും ഞാൻ പറയണല്ലേ. എനിക്ക് കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ബേസിൽ പറയാണ്. അതൊക്കെ ഞാൻ പിന്നെ സമയമാകുമ്പോൾ ഷെയർ ചെയ്യാം. 2, നമ്മളെന്താണ് ഒരിക്കലും ഡ്രസ്സിനെ ബ്ലെയിം ചെയ്യരുത്. നമ്മൾ എന്തിട്ട് ആ ഡ്രസ്സിനെ ബ്ലെയിം ചെയ്യരുത്. നമ്മൾ ഇടുന്ന ഡ്രസ്സ് ഒരിക്കലും നമ്മളെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നില്ല. അത് നിങ്ങൾ സെക്കൻഡ് തിങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ 3ാമത്തെ കാര്യം ഗേൾസിന് വേണ്ടിയാണ്, കോൺഫിഡൻസ്. പേടിയ ബീറ്റ് ഇറ്റ്. അത് വേണ്ട. എന്തിനാണ് പേടി? നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത്, നമുക്ക് ആ ഒരു ഡ്രസ്സ് ഇട്ടാൽ നമുക്ക് കംഫർട്ടബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് ഇടാൻ പറ്റണം. നമ്മളെ ചോയ്സ് അനുസരിച്ച് നമുക്ക് കംഫർട്ട് ആകുന്ന എന്ത് ഡ്രസ്സ് വേണോ നമുക്കിടാം. അത് പേടിയില്ലാതെ ഇടണം, കോൺഫിഡൻസോടെ ഇടണം. അത്രേ ഉള്ളൂ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം.
നമ്മളിപ്പോൾ ഒരു ട്രിപ്പിന് പോകുമ്പോൾ പോലും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ്. എന്താണെന്നറിയോ? അപ്പോൾ നമ്മൾ ആ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പബ്ലിക്കലി പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ആ ഡ്രസ്സ് അങ്ങനെ ഞാൻ ഇട്ട് മറ്റുള്ളവർ കണ്ട എന്ത് വിചാരിക്കും എന്നൊക്കെ ഉള്ളൊരു പേടി. അവിടെ എന്താണ് പേടി? അങ്ങനെ എന്തിനാണ് അങ്ങനെ പേടിയാണ്? നമുക്ക് ഒരൊറ്റ ലൈഫല്ലേ ഉള്ളൂ. അത് നമ്മൾ എൻജോയ് ചെയ്ത് നമുക്കിപ്പോൾ ഒരു ഡ്രസ്സ് ഇടാൻ ഇഷ്ടമാണ്, നമ്മൾ അതിൽ കംഫർട്ട് ആണെങ്കിൽ പിന്നെ ആരെ വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു ഡ്രസ്സ് കംഫർട്ടാണ്. ഇപ്പം ചിലർക്ക് സാരി ഉടുക്കുന്നതായിരിക്കും കംഫർട്ട്, ഇഷ്ടം, അത് മാത്രമേ ഇടുക, അത് അവരുടെ ഇഷ്ടവും കംഫർട്ടുമാണ്. ചിലർക്ക് മോഡേൺ എക്സ്പോസ്ഡ് ഡ്രസ്സായിരിക്കും ഇടുന്നത്, അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ കംഫർട്ടാണ്. അത് അവരുടെ ഓരോരുത്തരുടെ ക്യാരക്ടറാണ്, പ്യൂർലി ഇഷ്ടമാണ്. അത് മറ്റുള്ളവർക്ക് വേണ്ടിയോ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചോ ജീവിക്കരുത്. പിന്നെ ഞാൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാം. എന്താണെന്നറിയോ? നമ്മൾ പല അമ്മമാരും, നമ്മുടെ അമ്മമാർ ചിലരിപ്പം സാരി തന്നെ ഉടുക്കുന്നവരുണ്ടായിരിക്കുകയാണ്. നമ്മൾ അമ്മമാർക്ക് പോലും ചിലപ്പോൾ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനുള്ള ഒരു ഇത് കാണത്തില്ല. എന്തുകൊണ്ടാ? ഭർത്താക്കന്മാരെന്ത് പറയും, മക്കൾ എന്ത് പറയും, അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയും? അതുകൊണ്ട് എല്ലാം നമ്മുടെ അമ്മമാര് പോലും ഡ്രസ്സ്, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുന്നില്ല എന്ന് പറയും. പക്ഷെ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അമ്മയ്ക്ക് എന്താണ് ഇഷ്ടം ഉള്ളത് ആ ഡ്രസ്സ് അമ്മയ്ക്ക് ഇടാം. എൻ്റെ അമ്മ സാരി മാത്രം എടുക്കുന്ന ആളാണ് കേട്ടോ. അങ്ങനെ ചുരിദാർ ഇടാനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അമ്മ എന്തൊക്കെയോ ഒരു സ്ട്രഗിളിലാണ്. അതുപോലെ ഞാൻ പറയുന്നത്, നിങ്ങളിൽ ഈ പലരും കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അമ്മമാരുടെ അടുത്ത് ചോദിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കണം, എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റുന്നുണ്ടോ? പേടി ഒന്നും കൂടാതെ എനിക്ക് ആഗ്രഹമുള്ള ഒരു ഡ്രസ്സ്, ഇപ്പം വെസ്റ്റേൺ ഡ്രസ്സ്, ഒരു മോഡേൺ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എനിക്ക് ഇടാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ, മറ്റുള്ളവരെ ഒന്നും ചിന്തിക്കാതെ ഇടാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ അമ്മയുടെ കൂടെ ചോദിക്കണം കേട്ടോ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട, മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളാണോ അമ്മ ഇടുന്നത്? വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഇടുന്നത്? അത് നിങ്ങളൊന്ന് ജസ്റ്റ് അമ്മയോട് ചോദിച്ചേക്കട്ടെ, അത് നല്ലതായിരിക്കും. എന്തിനാണ് മറ്റുള്ളവരെ സ്വഭാവ സർട്ടിഫിക്കറ്റ്? ഇതെല്ലാം മാറ്റി വെച്ച് ഞാൻ പറയുന്നത്, നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. നമ്മൾ മരിക്കാറാവുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും, നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, ഭർത്താക്കന്മാർക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി ജീവിച്ചു, നമ്മൾ അച്ഛനമ്മമാർക്ക് വേണ്ടി ജീവിച്ചു, എല്ലാം ജീവിച്ചു. അപ്പൊ സ്വന്തമായിട്ട് നമ്മൾ ചോദിക്കും, നീ നിനക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? നിന്റെ ഇഷ്ടത്തോടെ, നിന്റെ ആഗ്രഹത്തിന് നീ നിന്റെ ലൈഫ് ജീവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എസ് എന്നാണ് മറുപടിയെങ്കിൽ യു ആർ ലക്കി. ശരിക്കും ഒറ്റ ലൈഫല്ലേ ഉള്ളൂ, ഒരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ആസ്വദിച്ച് ജീവിക്കാം. ബാക്കിയെല്ലാം പാർട്ടായിട്ടൊക്കെ പോകും, എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. അപ്പം അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.